സാറാരാത്രിയില്ലേ ഇതിലെ വരുന്നേ, മദാമയാണോ തോന്നിക്കുന്ന നമ്മുടെ അയ്മനങ്കാരി. നമുക്കറിയാം അറിയാം അറിയാം. യാക്കോബ് രാജാവിന്റെ പെങ്ങളാ. യാക്കോളി രാജാവിന്റെ അരുവ ശിഷ്യ. ഈ പുള്ളിക്കാരി ഒരു പുസ്തകം എഴുതി. പുസ്തകത്തിനകത്ത് ഒരു വോട്ട് ചെയ്ത്, ഇതാണല്ലോ യാക്കോളി ട്രെൻഡ്. സായിപ്പ് എന്ത് ആ ചെറിയാച്ചനെ എനിക്കിട്ട് എറിഞ്ഞ് പറന്നു പോകേണ്ടി വന്നത് താൽക്കാലികമായിട്ട്. ആ കുഴപ്പമില്ല. അപ്പോ ഈ യാക്കോളികൾക്ക് ഇംഗ്ലീഷിൽ പേരുള്ള ആരെങ്കിലും എന്തെങ്കിലും എഴുതി അന്നേരം അങ്ങ് വിശ്വസിക്കും. എന്റെ പൊന്ന് സഹിച്ചായ ഈ സാറാരാത്രി പുസ്തകത്തിൽ എഴുതി വെച്ചേക്ക, നിങ്ങൾ കേക്ക്. തോമസ് എയ്റ്റ്സ് എന്ന കേംബ്രിഡ്ജ് സ്കോളർ പറയുന്നു, അവർ എന്ന് പറയുന്ന ഇവരെ പറ്റിയാട്ടാ പറയുന്നത്, അന്ത്യോക്യയിലെ ആദ്യ നിന്നുള്ളവരാണ്. എത്ര കുത്തുണ്ടെന്ന് എണ്ണി നോക്കട്ടെ. കുത്തെണ്ണിയാ കുറെ കൂടുതൽ കാണൂടാവേ. അതൊക്കെ നമ്മൾ വേണം. ഒരു 3-4 കുത്തുണ്ട്. ഇൻവെർട്ടർ കോമ. അവർ അന്ത്യോക്യയിലെ ആദ്യ ക്രിസ്ത്യാനികളിൽ നിന്നുള്ളവരാണ്. 3-5 കുത്ത്. നമുക്ക് നടിക്കുവാൻ പോലും കഴിയാത്ത ഒരു പൗരാണികതയിൽ അവർ അഭിമാനിക്കുന്നു. 1818 വർഷം, 195 പേജ്. നമ്മളിത് വായിക്കുമ്പോൾ ഒരു ശരാശരി യാക്കോളി ചുല്ലിച്ചാടും. സംഭവം ശരിക്കതല്ല. ഈ സായിപ്പ് പൂര തെറി എഴുതി വെച്ചേക്കുന്ന പുള്ളിയുടെ പുസ്തകത്തിൽ. കേക്ക്, ഞാൻ ഏജയാണത് കൊണ്ടുവന്ന് അതിന്റെ ഒറിജിനൽ വേർഷൻ വായിച്ചു തരാം. കേക്ക്, സായിപ്പ് എഴുതി വെച്ചേക്കുന്ന ഇതാണ്: They are descended from the first Christians at Antioch. ഈ സാധനമാണ് തള്ള കോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിനകത്ത് ബ്രാക്കറ്റിൽ എഴുതി വെച്ചേക്കാണ്, അറ്റ്ലീസ്റ്റ്, അതൊന്നും തള്ളക്ക് വേണ്ട, അറ്റ്ലീസ്റ്റ് വിത്ത് മോർ സെർട്ടനിറ്റി ദാൻ വി ക്യാൻ ട്രേസ്. അതായത് ഇവർക്ക് നമുക്ക് ട്രേസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇവർക്ക് എത്തിപ്പെടാൻ സാധിക്കാൻ, അതായത് ഇവർക്ക് ഒരു വിധത്തിൽ അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അതായത് അന്നത്തെ കാലത്ത് ഇവന്മാർക്കാണ് ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഉള്ളത്. ഇവരല്ലേ ടെക്നോളജി ഉള്ളവന്മാരുടെ കയ്യിലല്ലേ. അന്ന് തൊട്ടേ യാത്രയും കാര്യങ്ങളൊക്കെ ഇവരാ. യാക്കോളി ഇവിടെ യാത്ര വൈകുന്നത്. അവന്മാര് പറയാണ്, അറ്റ്ലീസ്റ്റ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നമുക്ക് ഏതാണ്ട് വേറെ ആൾക്കാരുടെ തപ്പിയാ കിട്ടാത്ത അത്ര വലിയൊരു അത് മിക്കവാറും പിന്നെ നമ്മുടെ ഡോറയുടെ ആഴങ്ങളിൽ സൂക്ഷിച്ചിരുന്ന തെളിവ്. ഇവര് പറയുമല്ലോ ഇവരുടെ ഇതെല്ലാം ചരിത്രമെല്ലാം പുറത്തു പറയുകയല്ല സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡോറയുടെ ആഴങ്ങളിലായിരിക്കണം സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. കണ്ടിന്യൂ ആണ്. അപ്പൊ അവർ സായിപ്പ് പറയാണിത്, എടേ നമുക്ക് വേറെ ആൾക്കാരെ തപ്പിയാൽ പോലും കിട്ടിയില്ലാത്ത യാതി കണക്ഷനാണ് ഇവർക്ക് അന്ത്യോക്യയായിട്ട്. എന്നിട്ട് സായിപ്പ് ഒരു പൂരത്തറി ഇങ്ങ് തുടങ്ങുക. നിങ്ങൾ കേക്ക്. They maintain a primitive character. ആണ്ട കിടക്കുന്നു ഒരു കോപ. And can boast of an antiquity to which we cannot pretend. എന്റെ പൊന്നു സഹോദരൻ, നമുക്ക് പോലും പറയാൻ പറ്റാത്ത ആന്റിക്വിറ്റി പാരമ്പര്യത്തെ കുറിച്ചാണ് ഇവര് വീം പഠിച്ച് നടക്കുന്നതെന്ന് സായിപ്പ് പറയാ. ആ പൊങ്ങച്ചവാദൽ ഇപ്പോഴും മൂത്തപ്പനും കൂട്ടരും പറയുന്നത് തെറി തുടങ്ങിയിട്ടില്ല. ഇത് വെള്ളച്ചാമിയെ പറ്റി പച്ചക്ക് എഴുതിയിരിക്കുകയാണ്. ഫസ്റ്റ് സെന്റൻസ് എന്തായിരുന്നു നിങ്ങൾ മറക്കല്ലേ? They have a primitive character. അല്ല, they maintain a primitive character. ആ പറഞ്ഞതിന് എന്താണ് കാരണം എന്നുള്ളത് താഴേക്ക് വരുമ്പോൾ മനസ്സിലാവും. പുള്ളി ഉള്ള കാര്യം പറയണേ, ഇവർക്കൊരു പ്രിമിറ്റീവ് ക്യാരക്ടറാണ്. നമുക്കുള്ള പാരമ്പര്യത്തേക്കാൾ വലിയ പാരമ്പര്യമാണ് ഉമ്മാരടിക്കുന്നത്. ഇത് മൈക്കിൽ കൂടെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ആൻഡ് ഓൾദോ ഇൻ റെസ്പെക്ട് ഓഫ് റിഫൈൻമെന്റ് ആൻഡ് ലേണിംഗ്, അതായത് വിവരവും വിദ്യാഭ്യാസത്തിന്റെ കാര്യം വരുമ്പം, they may not be deemed worthy. ഒരു ഗുണവും ഇല്ല. അതായത് they may not be deemed worthy to sit at meat with us. ഇന്ന് കഴിക്കാൻ മാത്രമുള്ള വിവരവും വിദ്യാഭ്യാസവും ഉദ്യോഗമാർക്കില്ല. We may give it to them. നമ്മളെല്ലാം കൊടുക്കുമാർക്ക്. And it appears that they would thankfully receive.
അപ്പൊ നമ്മൾ വല്ലതും കൊടുക്കുവാണെങ്കിൽ ഇവന്മാര് ഭയങ്കര നന്ദിയോടെ അത് മേടിക്കും. എന്നിട്ട് ഇൻവെർട്ടർ കോമയില് ദ ക്രംസ് ദാറ്റ് ഫോൾ ഫ്രം അവർ ടേബിൾ, നമ്മൾ എഴുതുന്ന അപ്പക്കഷ്ണങ്ങൾ. എന്റെ പൊന്ന് സാറേ, പച്ച ദരിദ്രവാസികളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലല്ല, ദരിദ്രവാസികളാണെങ്കിലും കോശിച്ചാൻ ഇത്തിരി മുമ്പേ അവിടെ പറയുന്നുണ്ടല്ലോ, ഇവര് വളരെയധികം ഇവർക്ക് സമ്പത്തുള്ള ഒരു സംഗതിയുണ്ട്, ശുക്ലം. അല്ല, ഇവര് ഇത് കേക്ക്, ചെറുപ്പം കുട്ടികൾക്ക് ശുക്ലം കൊടുത്താ വളർത്തുന്നത്. ഇതാണ് ചരിത്രം. എന്നിട്ടാണ് സാറാരാത്രി ഇവിടെ വന്ന് പറഞ്ഞേക്കുന്നത് യാക്കോളി രാജാവ് എറിയണ്ട ജീവൻ. യാക്കോളി സ്വരൂപം കാട്ട കിടക്കുന്നത് യാക്കോളി സ്വരൂപം. കഷ്ടം. നാണക്കേട്. വിഷയം അതല്ല, ഈ ഓർത്തഡോക്സുകാരുടെ മുഖത്തന്നെ എങ്ങനെ നോക്കും. അയ്യോ, നമ്മുടെ നാട്ടില് മറ്റേ പണ്ട് സർദാർ ജോക്സ് ഇല്ലേ, അതേപോലെ യാക്കോളി ജോക്സ് ഇറങ്ങും. സ്വയം വെടിവെക്കുന്നത് ഈ ഓർത്തഡോക്സുകാരുടെ മുഖത്തെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ചുമ്മാ അവര് ഭയങ്കര അതിൻ്റെ അത് വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്നുണ്ട്. അവരുടെ പൗരാണികതയിൽ മറ്റാരേക്കാളും അവരുടെ അറ്റ്ലീസ്റ്റ് വിത്ത് മോർ സർട്ടനിറ്റി ദാൻ വി ക്യാൻ ട്രേസ് ദ ഡിസെന്റ് ഓഫ് ഓൾമോസ്റ്റ് എനി അതർ പീപ്പിൾ. Almost any. That means there is some other sects are there, like Catholics, who are ancient. ഇല്ല, ഓൾമോസ്റ്റ് എനി. അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓൾമോസ്റ്റ് അല്ലെങ്കിൽ പറഞ്ഞാല് അത് ഇനി ആ ഓൾമോസ്റ്റ് വേണ്ടായിരുന്നു അവിടെ. ഓൾമോസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്റെ ചോദിച്ച നമ്മൾ തമ്മിൽ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ അങ്ങനെ തർക്കിക്കണം. വളരെ ക്ലിയർ ആയിട്ടല്ലേ എഴുതിയേക്കുന്നേ. അല്ല, വളരെ ക്ലിയർ ആണ്. നമ്മുടെ ഇവിടെ പറയുന്ന പോയിന്റ്, അയാളുടെ മെയിൻ പോയിന്റ് എന്താ, ദേ ആർ ഡിസെൻഡന്റ്സ് ഫ്രം ദ ഫസ്റ്റ് ക്രിസ്ത്യൻസ് ഓഫ് ആന്റിയോക്ക്. അപ്പൊ അന്ത്യോക്യ ബന്ധം അയാൾ അവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നു. ഇത് ഇവരുടെ ക്ലെയിം ആണ്. എന്നിട്ട് പുള്ളി അവിടെ പറയുകയാണ് ഇത് ഇവരുടെ ക്ലെയിമുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ഓൾമോസ്റ്റ് എനി. അതിന്റെ അർത്ഥം അതാണ്, ഇവരാണ് എനി അതർന്നല്ല, ഇവരെക്കാളും ഉള്ള വേറെ ആൾക്കാരുണ്ട്. അല്ല, ഐ ആം ബ്യൂട്ടിഫുൾ ദാൻ ഓൾമോസ്റ്റ് എനി അതർ മാൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഏതൊരു മനുഷ്യനേക്കാളും അല്ലല്ല, ഓൾമോസ്റ്റ് എന്നുള്ളൊരു വാക്ക് ജോണിച്ചാൽ മനഃപൂർവ്വം ഞാനില്ലായിരുന്നേ പറയാമായിരുന്നു. ഇത് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ആയിരുന്നെങ്കിലും പറയാമായിരുന്നു. അതും നടക്കുകയല്ല. ഈ ഓൾമോസ്റ്റ് എന്നുള്ള വാക്ക് ജോണിച്ചാൻ അവിടെ മനഃപൂർവ്വം വിഴുകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാലിൽ വെടിവെക്കാതെ നമുക്കത് നിർത്താം. ഇല്ലില്ല, ഞാനീ അല്ല, ജോണിച്ചാന് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഇവന്മാര് തീട്ടത്തിൽ തരിപറിക്കുകളാണ്, ക്രൂഡാണ്. നമ്മൾ ഇതേ പറയുന്നുള്ളൂ. നമ്മുടെ വിഷയമാണ്. അല്ല ഇവര് ഈ പറഞ്ഞ തീട്ടത്തിൽ തരിപറിക്കുകളായ ആൾക്കാരാണ് സമ്മതിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും ഒപ്പോസ് ചെയ്യുന്ന വെച്ചാൽ അവിടുന്ന് ആരോ വന്ന് ഇവിടുന്ന് എല്ലാം കൊണ്ടുപോയി സ്വർണ്ണവും രത്നവും എല്ലാം അടിച്ചുകൊണ്ടോ. ഇവരെ ഒന്നുമില്ലാതാ, വെറും അയിറ്റപ്പെട്ട അതുകൊണ്ടാ കൊണ്ടുപോകുന്നത്. കിടക്കുന്ന പാർട്ടികളാണ്. അതുകൊണ്ടാ കൊണ്ടുപോകുന്നേ. അല്ല, ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് പറയുന്ന കേട്ടില്ലേ? എന്നിട്ട് അത് തന്നെയല്ല, അല്ലല്ല, തുടക്കത്തിൽ ഒരു വാക്കുണ്ടല്ലോ, അതിനകത്ത് കൃത്യമായിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ടല്ലോ. ഓൺലി വാണ്ട് അവർ എന്താ, എനിക്കതുകൊണ്ട് വായിക്കാൻ വയ്യ. കൗണ്ടനൻസ് ആൻഡ് ദ മീൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതായത് ഇവർക്ക് വഴി പറഞ്ഞു കൊടുക്കണം, ഇവരുടെ ജീവിതോപാധിയും കൊടുക്കണം. അങ്ങനെയുള്ള വെറും വൃത്തികെട്ടപ്പോ ആലോചിച്ച് നോക്കി, ഇവന്മാർക്ക് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ആംഗ്ലിക്കൻസ് വഴി പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. നമ്മൾ ഈ പറയുന്നത് ഇതിനകത്ത് ഞാൻ ഈ പറയുന്നത് സാറ വെടിവെച്ച കാര്യമാണ് പറയുന്നത്. സാറാനായിട്ട് യാക്കോബക്കാരന്റെ കാലിനിട്ട് വെടിവെച്ച കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ഇവരുടെ ക്ലെയിം ഓക്കെ, ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട്, നമ്മളും പറയുന്നുണ്ടല്ലോ 5-ാം നൂറ്റാണ്ട് തൊട്ട് ഇവർക്ക് ഉണ്ട് പാരമ്പര്യം. നമ്മൾ അതിനകത്ത് എതിർക്കുന്നില്ലല്ലോ. പിന്നെ ചോദിച്ചാ നമുക്ക് അവിടെ അല്ല എതിർപ്പ്. നമ്മൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം 5-ാം നൂറ്റാണ്ട് തൊട്ട് ഇവർക്കുണ്ട്, 6-ാം നൂറ്റാണ്ട് തൊട്ട് ഇവർക്കുണ്ട് പാരമ്പര്യം. വിഷയം അതല്ല. ഇവന്മാര് തെണ്ടികളാണ്, നക്കികളാണ്, പെറുക്കുകളാണ്. ഇത് വളരെ കൃത്യമായിട്ട് സാറാനായിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് യാക്കോബക്കാർക്ക് വേണ്ടി. ഈ വിഷയമാണ് നമ്മൾ പറയുന്നത്. ഇനി ജോണിച്ചൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ജോണേ? അതെ ഡിയോസേ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇനി അത് വൈറ്റ് വാഷ് ചെയ്ത് വരും. ഇനിയിപ്പോ ജോണിച്ച അവിടെ ചെന്ന് പറയരുത് ഞങ്ങള് പറഞ്ഞു അന്ത്യോക്യക്കാർക്ക് 5-ാം നൂറ്റാണ്ട് തൊട്ട് പാരമ്പര്യം ഇല്ലായിരുന്നു എന്ന് ഞങ്ങള് പറഞ്ഞിട്ടില്ല കേട്ടോ. അവർക്ക് 6-ാം നൂറ്റാണ്ട് തൊട്ട് 6-ാം നൂറ്റാണ്ട് തൊട്ട് അവർക്ക് പാരമ്പര്യം ഉണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല.
പക്ഷെ വിഷയം അതല്ല. സാറാനായിട്ട് കോട്ട് ചെയ്തതിനകത്ത് പറയുന്നുണ്ട് ഇവന്മാര് നക്കികളാണ്, പെറുക്കികളാണ്, തെണ്ടികളാണ്, ഇവന്മാർക്ക് ഗൈഡൻസിന്റെ ആവശ്യമുണ്ട്, സസ്റ്റൻസിന്റെ ആവശ്യമുണ്ട്. ഇതെല്ലാം ഒരു കാലത്ത് ഇവർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആംഗ്ലിക്കൻ മിഷണറിമാരായിരുന്നെന്നാണ് തോമസ് ഗേറ്റ്സ് പറയുന്നത്. അതാണ് ഇവിടുത്തെ പോയിന്റ്. അല്ലാതെ നിങ്ങൾക്ക് 5-ാം നൂറ്റാണ്ട് തൊട്ട് ഇവർക്ക് പാരമ്പര്യം ഇല്ലെന്ന് ആരും അവകാശപ്പെടുന്നില്ല. നമുക്ക് എന്താ അതിനകത്ത്, അതുള്ളതാണ്. പക്ഷെ ഇത് പറയുന്ന ഓൾമോസ്റ്റ്, അപ്പൊ ഇതിന്റെ അർത്ഥം ഇതിനേക്കാളും പാരമ്പര്യമുള്ള കത്തോലിക്ക സഭ അവിടെ നിൽപ്പുണ്ടെന്ന് ആംഗ്ലിക്കൻസും ഉണ്ട്, അവർക്കും ഉണ്ടല്ലോ. അവരുടെ പാരമ്പര്യം ചെല്ലുന്ന നിൽക്കുന്ന കത്തോലിക്ക സഭയിലല്ലേ. അപ്പൊ അവരും ഉണ്ട്, അവർ ആ പാരമ്പര്യം കൂടെ കൂട്ടിയായി പറയുന്നത്. യോണിച്ചന്റെ പോയിന്റ് പിടികിട്ടിയെന്ന് കരുതുന്നു.